ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടിട്ട് ഇതെന്താണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ വീട്ടിൽ നല്ല തൊലി കറുത്ത് തുടങ്ങിയ പഴം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇത്. കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ പഴം വരട്ടിയത് അല്ലെങ്കിൽ പഴം ഹൽവ. ഇതിപ്പോൾ ഞാൻ പഴം ഹൽവ പോലെ ചെയ്തിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പഴം വരട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത് 1 വർഷം വരെയോ 2 വർഷം വരെയോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ നമുക്ക് എത്ര കാലം സൂക്ഷിച്ച് വെച്ചാലും മോശമായി പോവാത്ത റെസിപ്പിയാണ്. പിന്നെ കുട്ടികൾക്ക് വീട്ടിലുള്ളവർക്കൊക്കെ സ്നാക്കായിട്ട് ഹൽവയായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം. അങ്ങനെ 2 റെസിപ്പി ഒരുമിച്ച് ചെയ്യുന്നതാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്, ശർക്കര എടുത്തിട്ടുണ്ട്. പഴം ഞാൻ 3 പഴമല്ല 7 പഴം എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചാണ്. ഇതുപോലെ തൊലി നന്നായിട്ട് കറുത്ത് തുടങ്ങുന്ന പഴം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിലുള്ള പഴമാണ് നമുക്ക് പഴം വരട്ടിയത് ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ നമ്മുടെ പച്ചപ്പഴം ഉണ്ടല്ലോ, പച്ചപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന ഭാഗത്തിലുള്ള പഴം എടുത്തിട്ട് ഈ ഒരു പഴം വരട്ടിയത് ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ഇതുപോലെ തൊലി കറുത്ത് തുടങ്ങിയ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക. ഇതിലും തൊലി കറുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ പഴം എടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ഈ പഴം ഒന്ന് ആദ്യം നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ പഴം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ പഴമൊക്കെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ആവിയിൽ തന്നെ വേവിക്കണം, വെള്ളത്തിലിട്ടിട്ട് വേവിക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറരുത് ഒട്ടും. അതുകൊണ്ട് നമ്മൾ പഴം ആവിയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം പഴം ഇതുപോലെ പൊട്ടി വരുമല്ലോ, ഇതുപോലെ പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പഴം പുഴുങ്ങിയെടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അറിയില്ലാത്ത ആളുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് പഴം പുഴുങ്ങുന്നൊരു വീഡിയോ ചെയ്യാം. അത് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കാണിക്കാതെ ഇരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഈ ഉള്ളിലുള്ള സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്യണം. തൊലി മാറ്റിയതിന് ശേഷം ഈ സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. സീഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് പഴം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇനി അരച്ചതിന് ശേഷം കാണിക്കാം. സീഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ കത്തി ഉപയോഗിച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ആ നടുഭാഗത്തുള്ള സീഡ്സ് ഒന്ന് എടുത്ത് മാറ്റുക. മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അത് മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. പച്ചവെള്ളത്തിൽ അരയ്ക്കരുത്, പശുവിൻ പാലിൽ അരയ്ക്കരുത്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ മിക്സിയുടെ ഒരു മീഡിയം ജാറിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് വരട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര 3/4 കപ്പ് വെള്ളത്തിൽ 200 ഗ്രാം ശർക്കര ചേർത്തൊന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ട്. ആ ശർക്കര പാനിയിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ വരട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇതാ റെഡി ആയിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഈ പാനിലാണ് കേട്ടോ വരട്ടണം. നിങ്ങൾക്ക് ഓടിൻ്റെ ഉരുളിയിൽ വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ വരട്ടിയെടുക്കാം. എനിക്കപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാനിൽ വരട്ടുന്നത്. വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഓടിൻ്റെ ഉരുളിയിൽ തന്നെ വരട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന പഴം നമ്മുടെ ശർക്കരപ്പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 150 ഗ്രാം ശർക്കര എടുത്താലും മതി കേട്ടോ. അതൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച്, നമ്മുടെ കയ്യിലുള്ള പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കരയുടെ അളവ് തീരുമാനിക്കാം. ഇനി പഴം ഒന്ന് ശർക്കരയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അരച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. ചൂടൊന്ന് കുറഞ്ഞു വന്നതുകൊണ്ട് ഒരിത്തിരി സമയം എടുക്കും ഇതൊന്ന് മിക്സായി വരാനായിട്ട്. നമ്മൾ ചൂടോടുകൂടി തന്നെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ വേഗം മിക്സായി കിട്ടും. നമ്മൾ പഴം പ്രഥമനൊക്കെ ഉണ്ടാക്കാനായിട്ട് വരട്ടിയെടുക്കില്ലേ, അതുപോലെ വരട്ടണം. ഈ ഒരു റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് പല റെസിപ്പികളും ചെയ്യാം കേട്ടോ. ഈ ഒരു റെസിപ്പി നമുക്ക് പഴം കൂടുതലായിട്ട് അവൈലബിൾ ആകുമ്പോൾ ഇതുപോലെ വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് പല പല റെസിപ്പികളും ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി നമുക്ക് പുറമേ കാണിക്കാം. പിന്നെ നമുക്ക് പഴം ഹൽവയായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി തന്നെ പഴം ഹൽവയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ചക്ക വരട്ടിയത് ചക്ക ഹൽവയായിട്ട് കഴിക്കില്ലേ, അതുപോലെ തന്നെയാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അരയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ടിരിക്കും കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ അത്രയും സമയം കൂടുതൽ കുക്ക് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ആ തേങ്ങാപ്പാലും കൂടി വറ്റി വരുന്ന അത്രയും സമയം കൂടി നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ഒഴിക്കാതെ മാക്സിമം നമ്മൾ ആ പഴത്തിലുള്ള നനവ് കൊണ്ട് തന്നെ അരച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുക്കിംഗ് ടൈം കുറഞ്ഞു കിട്ടും. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് വരട്ടുന്നത് കൂടുതലും നമ്മുടെ പഴം പ്രഥമൻ ഉണ്ടാക്കാനാണ്. നമ്മുടെ സ്നാക്സിനൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ വരട്ടിയെടുക്കാറില്ല. ഇതൊന്ന് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
ഇതിപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് കൊടുത്തു വിടാനൊക്കെ ആണെങ്കിലും ഇതുപോലെ വരട്ടിയിട്ട് കൊടുത്തു വിടാവുന്നതാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ മോശമായി പോവില്ല. നമ്മൾ നനവ് ഒട്ടുമില്ലാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മോശമായി പോവാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും. നമ്മുടെ ചക്ക വരട്ടിയതൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വെള്ളം കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കുകയാണെങ്കിൽ വേഗം തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും റെഡിയായി വരാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുത്താലാണ് പെർഫെക്റ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. നെയ്ക്ക് പകരം വേറെ ഒന്നും ചേർക്കാൻ പറ്റില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നെയ്യ് തന്നെ ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ നെയ്യും കൂടി ചേർക്കുകയാണ്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് നെയ്യ് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഓവറായിട്ട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നെയ്യ് ചേർത്താൽ മതി. ഓവറായിട്ട് നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ നെയ്യുടെ ടേസ്റ്റ് മാത്രം മുന്നിൽ നിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളിയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും നമുക്ക് പഴം വരട്ടിയെടുക്കാനായിട്ട്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ വേഗം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഉരുളിയിലാകുമ്പോൾ ചൂട് കൂടുതൽ സമയം നിൽക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ നമ്മുടെ പഴം ഇത് കണ്ടോ, ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. ഇത് പഴം പാകമായിട്ടില്ല കേട്ടോ. നമ്മൾ പഴം വരട്ടി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് പാകമാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോൾ വലിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ വേഗം റെഡിയായി വരുന്നത്. നമ്മൾ ചെറിയ ബർണറിലാണ് വയ്ക്കുന്നതെങ്കിൽ ഇത്രയും വേഗം റെഡിയായി വരില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ജീരകപ്പൊടി ചേർക്കുന്നില്ല. ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ ഏലക്കപ്പൊടി ചേർത്ത് വരട്ടി വെച്ചതാണെങ്കിൽ നമ്മൾ പിന്നെ ഏലക്കപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഏലക്കപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വരണം. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ തന്നെ വരട്ടിക്കോളൂ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചിട്ട് തന്നെ വരട്ടിക്കോളൂ. ഞാനിതിപ്പോൾ കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാവുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒട്ടും ചേർക്കാതിരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് മുഴുവനായിട്ടും ചേർക്കരുത്. കുറച്ചായിട്ടേ ചേർക്കാൻ പാടുള്ളൂ. നമ്മുടെ പഴം വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നെയ്യൊക്കെ ഒന്ന് മിക്സായി വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കിത് ഹൽവയായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കാഷ്യൂനട്ടും ഒക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പഴം വരട്ടിയത് ചേർത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴം ഹൽവയായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മധുരം പ്രത്യേകം ശ്രദ്ധിക്കണം. മധുരം കൂടി പോരുത്. പിന്നെ നമുക്ക് പഴം ഹൽവയാക്കുന്നതിന് കോൺഫ്ലോറോ അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് മുഴുവനും പഴം വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പഴം കുക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല ഇതിന്. പഴം കുക്ക് ചെയ്യാതെയും പഴം വരട്ടാം, പക്ഷെ അപ്പോൾ പഴം വേഗം തന്നെ മോശമായി പോകും നമ്മൾ വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ പഴം കുക്ക് ചെയ്തിട്ട് വരട്ടുന്നത്. അപ്പോൾ ഞാനൊരു 1.25 കിലോ ഏത്തപ്പഴത്തിനാണ് ഈ ഒരു ക്വാണ്ടിറ്റി പറഞ്ഞത് കേട്ടോ. 200 ഗ്രാം ശർക്കര എന്നുള്ളത്. നമ്മുടെ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ള നനവൊക്കെ ഒന്ന് മാറി വരട്ടെ. പഴത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം അതുപോലെ നമ്മൾ ചേർത്ത ശർക്കര പാനിയിലുള്ള വെള്ളത്തിൻ്റെ അംശം ഇത് രണ്ടും മാറി വരണം. നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നമ്മുടെ പഴം വരട്ടിയത് ഒരു 5 മിനിറ്റായി നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടി നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ചേർത്തത് കൂടാതെ. അപ്പോൾ നമ്മുടെ പഴം കറക്റ്റ് ഷേപ്പിൽ വിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ പാനിൽ പിടിക്കാതെ ഇതുപോലെ കറക്റ്റ് ഷേപ്പിലായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. ചൂട് മാറിയിട്ട് എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ. ചൂട് മാറുന്നത് വരെ നമ്മളൊരു ഓപ്പൺ ആയിട്ടുള്ള പാത്രത്തിൽ തന്നെ ഒരു നെറ്റ് ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അടച്ചു വയ്ക്കുക. മുഴുവനായിട്ട് അടച്ചു വയ്ക്കരുത്. എയർ പാസിങ് ഉണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ആവി മുഴുവൻ പോകണം. ആ രീതിയിലൊന്ന് അടച്ചു വയ്ക്കുക. ഞാനിതിപ്പോൾ ജസ്റ്റ് ഹൽവ സെറ്റ് ചെയ്യുന്ന പോലെ ഒന്ന്
സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അത് നമ്മൾ ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്യണം. ചൂട് മാറിയിട്ട് സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു പ്ലേറ്റിൽ നെയ്യ് തടവിയിട്ട് നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഈ പഴത്തിൻ്റെ ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇപ്പോൾ ഒരു പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പഴം വരട്ടിയത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തൊന്ന് ലെവലാക്കി എടുക്കാം. ഇത് ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു എന്നേ ഉള്ളൂ. ഇതിലേക്ക് കാഷ്യൂനട്ടൊക്കെ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ചേർക്കുക. ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കട്ടെ. നെയ്യ് തടവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് തടവുന്നത്. ഈ സ്പൂണിൻ്റെ ബാക്കിലും ഒന്ന് നെയ്യ് തടവുന്നത് നല്ലതാണ് നമുക്ക്. അപ്പോൾ ലെവലാക്കാൻ എളുപ്പമുണ്ടാവും. ഞാനൊന്ന് നെയ്യ് തടവി എടുക്കട്ടെ. ചൂട് മാറുന്നതിന് മുന്നേ ഇത് സെറ്റ് ചെയ്യണം. ചൂട് മാറിയിട്ടുണ്ടെങ്കിൽ സെറ്റാവാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പഴം വരട്ടിയത് നമ്മളിതാ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂണിൻ്റെ അടിഭാഗത്ത് നെയ്യ് തടവിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ ലെവലായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂട് മാറി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഹൽവയായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. ഇതുപോലെ തന്നെ ആക്കിയിട്ട് എടുത്ത് വെക്കണം എന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ചൂട് മാറി വരുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടി എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ പഴം അവൈലബിൾ ആണ്. നമുക്ക് 5 കിലോ പഴം 100 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. അത്രയും വില കുറച്ചാണ് പഴം കിട്ടിയത്. അപ്പോൾ ഇതുപോലെ പഴം കിട്ടിയിട്ട് നമ്മളിപ്പോൾ 1-2 ദിവസമൊക്കെ പഴം ഉപയോഗിക്കും. ബാക്കിയുള്ള പഴം ഇതുപോലെ തൊലിയുടെ കളർ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഉപയോഗിക്കില്ല, നമ്മളത് വേസ്റ്റ് ആയിട്ട് കളയേണ്ടി വരും. അതിലും നല്ലത് ഇതുപോലെ ഓരോ റെസിപ്പികൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് പഴത്തിന് വില കൂടിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പഴം കിട്ടാതെ വരുന്ന സമയത്തോ, പഴം എപ്പോഴും അവൈലബിൾ ആയിരിക്കും എങ്കിലും പഴത്തിന് ചില സമയത്ത് നന്നായിട്ട് വില കൂടി വരാറുണ്ട്. നമ്മുടെ വിഷുവും ഓണവും ഒക്കെ വരുമ്പോൾ നന്നായിട്ട് വില കൂടി വരാറുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കാനായിട്ടൊക്കെ വേഗം തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.